നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡസ് ഡിസ്കളറേഷൻ ഹാപ്പൻ ആഫ്റ്റർ യൂസിങ് കോമ്പോസിറ്റ്. ഈ കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻസ്, അതായത് നമ്മൾ ഫ്രണ്ടിൽ ചെറിയ ഗ്യാപ്പ് അടയ്ക്കാനും പല്ലിന്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യാനും സ്മൈൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് റെസിൻ, കോമ്പോസിറ്റ് റെസിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോണ്ടഡ് റെസ്റ്റോറേഷൻസ് എന്ന് പറയുന്നത്. അതല്ല, നമ്മൾ സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ നമ്മൾ ഇരുന്ന് ചെയ്യുന്ന മെറ്റീരിയൽസ്, പല്ലിന്റെ അതേ കളറിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. ഈ കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻസിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കളർ ചേഞ്ചസ് വരാനും സ്റ്റെയിനിങ് സംഭവിക്കാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ബൈ മെറ്റീരിയൽ ഇങ്ങനെ കളർ പിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ അതിനെ പോളിഷ് ചെയ്യാനോ അതിനെ ഹാൻഡിൽ ചെയ്യാനോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് കുറേ നാളത്തേക്കെങ്കിലും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മെയിൻറ്റെയിനിങ് എങ്ങനെയാണെന്നുള്ളത്, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ബിവറേജസ്, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന കളേഴ്സ്, പിഗ്മെന്റ്സ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ കൃത്യമായി അതിനെ ക്ലീൻ ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കളർ ചേഞ്ചസ് വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ കോമ്പോസിറ്റ്സിന് ബൈ ഇറ്റ് സെൽഫ് കളർ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്.